സ്കൂട്ടറിലെത്തിയ ആൾ വൃദ്ധയായ വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി വിതറിയ ശേഷം കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് കടന്നു. പിറവന്തൂർ ഇന്നലെ രാവിലെ 8:30-ഓടെയായിരുന്നു സംഭവം. എലപ്പക്കോട് സുജിവിലാസത്തിൽ വത്സലയുടെ കഴുത്തിൽ കിടന്ന 2.5 പവന്റെ മാലയാണ് അപഹരിച്ചത്. വത്സല പുന്നലയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നതിനിടെ വീടിനുള്ളിൽ കയറിയ ആക്രമി തുണിയിൽ കരുതിയിരുന്ന മുളകുപൊടി മുഖത്ത് തേച്ച ശേഷം മാല പൊട്ടിച്ച് എടുക്കുകയായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 9 മണി അടുപ്പിച്ചാണ് ഞങ്ങളെ ഇവിടുന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഇതുപോലെ വത്സലാമ്മയുടെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുമായിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ ചാടി റോഡിൽ കയറി. ബൈക്കിൽ ആൾ വരുന്നെന്നാണ് ഞങ്ങൾ ആദ്യം പറയുന്നത്. റോഡിൽ കയറി നിൽക്കുമ്പോൾ വിളിക്കുന്നു, കൊമരംകുടി ഫാമിൽ നിന്ന് വിളിക്കുന്നു. രമേശൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത്. അണ്ണാ അവൻ കൊമരംകുടി ഫാമിൽ എത്തിയിട്ടുണ്ട്, എളുപ്പം നിങ്ങളെല്ലാം കൂടി കൊമരംകുടി ഫാമിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ തപ്പെന്ന് ആ നിമിഷം തന്നെ പറഞ്ഞ് ഞങ്ങൾ കൊമരംകുടി ഫാമിലെത്തിയപ്പം അറിയുന്നത് ഇവൻ ബൈക്ക് ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ കയറി എന്നാണ് അറിയുന്നത്. ഞങ്ങൾ പിന്നെ തിരക്കി ചെന്നപ്പോൾ നേരെ ഇവൻ ആദ്യമേ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ വരെ ചെന്നായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ അറിയിപ്പ് കിട്ടി. അവർ നിൽക്കുന്നത് കൊണ്ടുകൊണ്ട് ഇവൻ വളരെ പെട്ടെന്ന് ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്ക് വണ്ടി ക്വാർട്ടേഴ്സിൻ്റെ അവിടെ തിരിച്ച് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇവൻ ഈ ടെറസ് വഴി തന്നെ നേരെ താഴെ റോഡുണ്ട്, ആ റോഡിൽ ചാടി. അത് വണ്ടി ഓരോ പ്ലാറ്റ്ഫോം എടുത്ത് ചാടി താഴെ മെയിൻ റോഡിൽ വന്നിട്ട് വീണ്ടും മുന്നോട്ട് ഇത് ഒരു കിലോമീറ്ററോളം മുന്നോട്ട് പോയപ്പോഴാണ് നേരെ എതിർ സൈഡിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോഴത്തെ ഫാമിലെല്ലാം ആളായി, ഫുൾ ആൾ കവറിങ് ആയി. അപ്പോൾ ഇവൻ എങ്ങോട്ടും രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലാതെ പോയി. അപ്പോൾ ഇവൻ ആ സമയത്ത് തന്നെ ഇടത്തോട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ചെറിയൊരു വഴിയില്ല, ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് തന്നെ പകുതി വരെ പോയി. മുന്നോട്ട് വണ്ടി പോകാൻ ഒരു നിവൃത്തിയില്ലാതെ അവിടെ അവൻ ആ വണ്ടി ഉപേക്ഷിച്ച ശേഷം ഇവൻ നേരെ എടുത്ത് ചാടി അക്കരെ വലിയവനമാണ്, അവിടെ വരെ പോയി. ഞങ്ങൾ തിരക്കി പുറകെ അവിടെ വരെ ചെന്ന് കാട്ടിക്കയറി പോകുന്ന എല്ലാം ആ കാൽപ്പാടുകളും എല്ലാം ഞങ്ങൾ കണ്ടു. ഇപ്പോഴത്തെ പോലീസ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ പോലീസും ഇതെല്ലാം നോക്കി, പിന്നെ എല്ലാം അത്രയും നോക്കിയിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. അത്രയുമാണ് ഇന്നലെ നടന്ന സംഭവം. പക്ഷെ ഇന്ന് രാവിലെ അറിയുന്നു, ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് തന്നെ ഇവൻ കാട് വഴി എവിടെയോ കയറി. ഇവനെ ആർക്കും അറിയില്ലല്ലോ. ഫോട്ടോ ഒക്കെ കിട്ടിയപ്പോൾ ഉച്ചയോടെ അടുപ്പിച്ച ഇവൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടിയപ്പോൾ ആ സമയം കൊണ്ട് ഇവന് കുന്നല ചെന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പുനലൂർ വരെ പോയതായിട്ട് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല, അങ്ങനെ അതാണെന്ന് ശരിയാണെന്നാണ് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ. വീട്ടമ്മയുടെ നിലവിളി കേട്ട് സമീപവാസി ഓടിയെത്തിയപ്പോഴേക്കും ആക്രമി സ്കൂട്ടറിൽ കടന്നിരുന്നു. പിന്നീട് നാട്ടുകാർ പിന്തുടരുന്നതറിഞ്ഞ് ഇയാൾ സ്കൂട്ടർ കുമരംകുടി ഭാഗത്ത് ഉപേക്ഷിച്ച് വനത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു. വൃദ്ധയായ വത്സല ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.